ഡോക്ടറെ നോക്കി 3-4 ദിവസമായിട്ട് ഇവൻ ഈ ഇരിപ്പാ. അവന്റെ അനിയൻ മരിച്ചതിനു ശേഷം മുറിക്ക് പുറത്തിറങ്ങിയിട്ടില്ല. ഡോക്ടർ ഒന്ന് നോക്കൂ. പേടിക്കാനൊന്നുമില്ല. ടെമ്പറേച്ചർ അല്പം ഹൈ ആണ്. ഒരു ഇഞ്ചക്ഷന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ കുറച്ച് ടാബ്ലറ്റ്സ് ഞാൻ തരാം, അത് മുടങ്ങാതെ കഴിക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാൻ പോയി മെഡിസിൻസ് എടുത്തുകൊണ്ട് വരാം. ചേട്ടാ, അമ്മ എവിടെ പോയി? അമ്മ ജയന്റിയുടെ വീട്ടിൽ പോയേക്കുവാ. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ ചിന്നൂൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. പോകുന്നേക്ക് കൊള്ളാം, പെട്ടെന്ന് വരണം. എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു കൊള്ളാം. ആ, നോക്കാം. ഹലോ. ആ പറയടാ, ഇന്നത്തെ ക്ലാസ് നേരത്തെ കഴിഞ്ഞു? ഇല്ലടാ, ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. സാർ എവിടെയോ പോയിരിക്കുവായിരുന്നു. ആഹാ, അപ്പൊ കോൾ അടിച്ചല്ലോ. ഇന്നിനി എന്താ പ്ലാൻ? പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ പോയി കിടന്നുറങ്ങണം. കൊള്ളാം. നീ ഇപ്പൊ എവിടാ? ഞാൻ ചിന്നൂൻ്റെ വീട്ടിലേക്ക് പോവാ. ആഹാ, അവളെ കാണുമ്പോ എന്റെ അന്വേഷണം പറയാൻ മറക്കണ്ട. ഓ ശരി ശരി, അവളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. മാത്രമല്ല, ഇന്ന് അവളുടെ ബർത്ത്ഡേ കൂടിയാ. ആഹാ, അപ്പൊ എന്റെ ബർത്ത്ഡേ വിഷസ് കൂടി അറിയിച്ചേക്കണം. ഹായ്, ഗുഡ് ഡേ. അത് കണ്ട? ഡാ, അയ്യോ എൻ്റെ ബിസ്ക്കറ്റ്. നീ കണ്ട? കൊള്ളാം. ഒക്കെയാലോ. അതൊക്കെ മോശമല്ലോ ആശാനെ. എന്ത് പട്ടാപ്പകല് പെണ്ണിനെ പൊക്കാന്ന് പറയുന്നത്? എന്ത് കാര്യമാ നീ പറയുന്നേ? പെണ്ണിനെ പൊക്കുന്നില്ലേ, അത് നമുക്ക് ശരിയാക്കാം. അതല്ലടാ ഞാൻ പറഞ്ഞേ. പിന്നെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയുടെ കാര്യമാ, അല്ലാതെ അവളെ പൊക്കുന്ന കാര്യമല്ല. ഓ അതാണല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കേടാ, വിൽ കോൾ യു ലേറ്റർ. ബൈ. ഇങ്ങോട്ട് മാറടാ. എൻ്റെ ഒരു കണ്ണാടി. പൊക്കാശന് മിണ്ടായിരടാ. പൊക്കാശന് മിണ്ടായിരടാ. ഇയാളുടെ കാര്യം. ശ്ശേ, അയ്യോ അയ്യോ, എന്റെ മാല. ദാ, എന്റെ മാല താടാ. ദാ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീയും മിണങ്ങിയോ? എന്നാപ്പോ മിണ്ടണ്ട. ഹാപ്പി ബർത്ത്ഡേ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. ബർത്ത്ഡേക്കാരിക്ക് എന്ത് പറ്റി? ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ടല്ലോ. ഞാനല്ലേ ചോദിക്കുന്നത്, പറ, എന്തു പറ്റി? പപ്പ വഴക്ക് പറഞ്ഞു? പപ്പയും മമ്മിയും എന്നും എന്റെ പേര് പറഞ്ഞ് വഴക്ക. പപ്പ ഇപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെന്തു പറ്റി? കർത്തിച്ചേട്ടാ, പപ്പ എപ്പോഴും കള്ളു കുടിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് വരും. എന്നിട്ട് എന്തൊക്കെയോ പറയും. എനിക്കും മമ്മിക്കും അതിഷ്ടമല്ല. മമ്മി അത് കണ്ടാൽ പിന്നെ വഴക്കാവും.
ഇന്നലെ ഇതും പറഞ്ഞ് വഴക്കിട്ടു. എന്നിട്ട് പപ്പ മമ്മിയെയും കൂട്ടി കാലിൽ എങ്ങോട്ടാ പോയി. തിരിച്ചു വന്നപ്പോൾ പപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചിലപ്പോൾ പപ്പ മമ്മിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതായിരിക്കും. ദേഷ്യമൊക്കെ മാറുമ്പോൾ മമ്മി ഇങ്ങ് വരും. പക്ഷെ എനിക്ക് ഇവിടെ പപ്പയുടെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. അതൊന്നും സാരമില്ല, മമ്മി ഇന്നോ നാളെ വരുമല്ലോ. എന്നാ ചേട്ടാ പോവാ, ഇല്ലെങ്കിൽ അവിടെ വിഷു ചേട്ടൻ ദേഷ്യപ്പെടും. കർത്തിച്ചേട്ടാ ടാറ്റാ. ടാറ്റാ. എത്ര പെട്ടെന്ന് പോവേ. ശോ. അവള് മിഠായി എടുത്തില്ലേ? പപ്പ എന്നെ വിട് വിട്. മോൾക്കച്ഛനെ പേടിയാണോ? എന്തിനാ പേടിക്കുന്നത്? ഞാൻ മോളെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. കരയണ്ട. മോള് കരച്ചിൽ നിർത്ത്. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. നിന്നോടല്ലേ എടി കരച്ചിൽ നിർത്താൻ പറഞ്ഞത്? മിണ്ടായിരിക്കും. മോള് കരച്ചിൽ നിർത്ത്. അച്ഛൻ മോൾക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കിട്ട് നോക്കാം. വേണ്ട, എനിക്ക് ഉടുപ്പ് വേണ്ട, എന്നെ വിട്. താനിങ്ങനെ അപ്സെറ്റ് ആയിരിക്കരുത്. പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. അമ്മയ്ക്ക് നല്ല വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ട്. ഇനി അമ്മയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതോർത്ത് താൻ വിഷമിച്ചിട്ട് കാര്യമില്ല. ഓൾദോ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. No. It was not just an accident.
ഇതെന്ത് പറ്റി? പെട്രോള് കാർത്തി, 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 എണീക്കടാ കാർത്തി, എണീക്കടാ കാർത്തി. You know what? My silence was not the end, but the beginning of my revenge. Yes. It was not just an accident.